പരിശുദ്ധ റജബിന്റെ 6ാമത്തെ ദിവസം ലോകം മുഴുവൻ മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം ഞങ്ങൾക്ക് വേണ്ടി ഫാത്തിഹ ഓതുന്ന അവിടുന്ന് സ്മരിക്കുന്ന ഒരു ദിവസം. അറിയാലോ, നമ്മുടെ സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ സുൽത്താൻ, ആര് കൊടുത്ത പേരായിരുന്നു? സയ്യിദുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിലൂടെ തങ്ങൾക്ക് അറിയിച്ചതാണ്. പോകേണ്ട സ്ഥലം ഇന്ത്യയിലുള്ള അജ്മീറാണ്. റസൂലുള്ളാഹി തങ്ങൾ പൊരുത്തം കൊടുത്ത് നമ്മുടെ നാട്ടിലേക്ക് അയച്ചു തന്ന മഹാനാണ് മഹാനായ മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി സഞ്ചരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം. ഇവിടുത്തെ യഥാർത്ഥ നാട് ഇറാനിലുള്ള സഞ്ചർ എന്ന സ്ഥലം. ഇറാനിലുള്ള സഞ്ചർ എന്ന സ്ഥലത്തിൽ പ്രസവിക്കപ്പെട്ട മഹാനായിരുന്നു. 2025 1143 ഖാജ തങ്ങളുടെ ജനനം. 1143. 1236 മഹാനവരുടെ വഫാത്ത്. 93 കൊല്ലം ജീവിച്ചിട്ടു. വഫാത്തായിട്ട് കാലത്തായി 30 നൂറ്റാണ്ട് കഴിഞ്ഞു. എന്നിട്ടും മഹാനായ തങ്ങളെ മഹാനായ ഖാജ തങ്ങളെ ലോകം ഇങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കണം. കാരണം അവർ അള്ളാഹുവിനെ മനസ്സിലാക്കിയവർ. അവരുടെ ദഅവത്ത് എന്ന് പറഞ്ഞാൽ, അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ അവർ ചെയ്ത ആ പ്രബോധനം കൊണ്ട് ലക്ഷക്കണക്കിനുള്ള ആളുകളാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മനസ്സിലാക്കിയതും ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നതും. അവിടുത്തെ ഒറ്റ ഒരു ദിവസത്തിന്റെ വാദമുണ്ട്, പ്രബോധനം കൊണ്ട് ചരിത്രമാണ്. ഒറ്റ ദിവസത്തിന്റെ പ്രബോധനം കൊണ്ട് 86 ലക്ഷം ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. 85-6 ലക്ഷം, ആയിരമല്ല, ലക്ഷം ആളുകൾ ഒറ്റ ദിവസത്തിന്റെ പ്രബോധനം കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കുന്നത് അവരുടെ കൽബിന്റെ ശുദ്ധിയാണ്. അവർ അല്ലാഹുവിലേക്ക് അത്രത്തോളം അടുത്തിട്ടുണ്ട് എന്നതിനുള്ള ഒരു തെളിവാണ്. ഇത്ര പറഞ്ഞിട്ടും ഇത്ര ക്ലാസ് എടുത്തിട്ടും പ്രബോധനവും അതുപോലെ മത പരമ്പരയും ഒക്കെ നടത്തിയിട്ട് എന്തെങ്കിലും മാറ്റണ്ട. നമ്മുടെ സുബൈനിസ്കാരൻ നന്നായി നല്ലാതെ നമ്മൾ കൂടുതലായി അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. മുൻഗാമികളുടെ വാദം എന്ന് പറഞ്ഞാൽ, അവരുടെ ദഅവത്ത് എന്ന് പറഞ്ഞാൽ, അവരുടെ പ്രബോധനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവരെന്ത് പറഞ്ഞാൽ മതി, 2 മണിക്കൂറിന്റെ വാദം ആവശ്യമില്ല. ദീർഘമായ മതപരമ്പരയുടെ ആവശ്യങ്ങൾക്കുണ്ടായിരുന്നില്ല. ചെറിയൊരു വാക്ക് പറഞ്ഞാൽ ആ പറയേണ്ടതുപോലെ പറഞ്ഞാൽ, അത് കേൾക്കേണ്ടതുപോലെ കേട്ടാൽ ഏതൊരു മനുഷ്യനും നന്നായി പോകും. ലോകത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ കൂടുതലായി ആളുകൾ ഒഴുകുന്ന സ്ഥലം ഇവിടെയാണ്. 1ാമത്തെ സ്ഥലം മസ്ജിദുൽ ഹറാമാണ്. ലക്ഷക്കണക്കിനുള്ള ആളുകൾ ഓരോ ദിവസങ്ങൾ അവിടെ പോയി ഇബാദത്ത് തിരിച്ചു വരുന്നു. 2ാമത്തെ സ്ഥലം മസ്ജിദുൽ നബവിയാണ്. ഹബീബായ തങ്ങൾ കിടക്കുന്ന പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറ. 2 സ്ഥലങ്ങളും സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഈ മാസം പരിശുദ്ധ റമദാനിന്റെ പുണ്യ ദിവസങ്ങളിൽ അവിടെ തന്നെ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന പലരും നമ്മുടെ സദസ്സിലും നാട്ടിലുമുണ്ട്. അല്ലാഹുവേ, ഓരോരുത്തരുടെ ആ വലിയ സ്വപ്നം, ഒരു അമൽ ചെയ്താൽ ധാരാളം പ്രതിഫലങ്ങൾ അല്ലാഹു കൊടുക്കുന്ന മാസമാണല്ലോ റമദാൻ. ആ റമദാനിൽ അവരുടെ നിയ്യത്ത് പോലെ അവിടെ എത്തിപ്പെടാനും അമൽ ചെയ്യാനും ഒരു മുടക്കവും ഇല്ലാതെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമുക്കും നീ അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, 2 സ്ഥലം. 3ാമത്തെ സ്ഥലം ലോകത്തിൽ കൂടുതലായി ആളുകൾ ഒഴുകുന്ന 3ാമത്തെ സ്ഥലം പരിശുദ്ധമായ ഖാജ തങ്ങളുടെ ദർബാറാണ്. അജ്മീറാണ്. അജ്മീർ ഒന്ന് പോകണോ? അജ്മീരിട്ട് സാധാരണ പറഞ്ഞിട്ട് അജ്മീരിൽ പോയാലാണ് മക്കത്തെത്തുന്നത്. എന്റെ അനുഭവം, എനിക്കുള്ള അനുഭവം. അജ്മീരിൽ പോയാൽ അയാൾ ഓട്ടോമാറ്റിക് ആയിട്ട് മദീനയിലും മക്കയിലും എത്തുന്ന എത്രയോ ആളുകൾ അങ്ങനെ ആ നിയ്യത്തിൽ പോയി ഖാജ തങ്ങളുടെ അടുത്ത് പോയി പിന്നെ അവിടെ സിയാറത്ത് ചെയ്ത് പിന്നെ കുറച്ചാകുമ്പോ അൽഹംദുലില്ലാ. കാരണം എന്താ? ഖാജ തങ്ങൾ ബദറാണെന്നാണ്, ഇറാൻകാരനാണ്, സഞ്ചരിക്കാരനാണ്. അങ്ങനെ മഹാനവരുകൾ ലോകം കാര്യം ഔലിയാക്കൾ എന്ന് പറഞ്ഞ അങ്ങനെയാണ്. തേനീച്ച പോലെ ഇങ്ങനെ ലോകം മുഴുവൻ ഇങ്ങനെ കരങ്ങി അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി അത് ആളുകളിലേക്ക് ഇട്ടുകൊടുക്കുക. തേനീച്ച എന്ന് പറഞ്ഞാൽ പൂവിലൊക്കെ പോയിട്ടിരുന്ന് അതിന്റെ മദരെല്ലാം കൊണ്ടുവന്നിട്ട് അതിങ്ങനെ ആക്കിയിട്ട് അതിങ്ങനെ തേനായി അത് നമ്മുടെ വായിലേക്ക് എത്തുമ്പോൾ മദരാണ്. ഔലിയാക്കാരനല്ല, അവരിങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ അതിന്റെ മധുരം ഇങ്ങനെ അനുഭവിച്ച് ആളുകളുടെ കൽബിലേക്ക് അതിന്റെ മധുരിട്ട് കൊടുക്കുക. തേനീച്ച വായിലേക്കാണെങ്കിൽ മഹാന്മാരായ ഔലിയാക്കൾ ഇട്ടു തരുന്നത് അള്ളാഹുമായുള്ള ആ മധുരം കൽബിലേക്ക് ഇട്ടു തരാണ്. അപ്പൊ അങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിച്ച് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിലെത്തി. പിന്നെ ഹബീബായ തങ്ങളുടെ ഹദറത്തിലെത്തി. അവിടെ നിന്നായിരുന്നു മഹാനായ ഖാജ തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശം, നിങ്ങൾ ഇന്ത്യയിൽ പോകണം. അവിടെ ദീന് കുറഞ്ഞ നാടുകൾ
ദാവത്തെത്താത്ത നാടുകൾ, പ്രബോധനമെത്താത്ത നാടുകൾ, അവിടെ പോയി നിങ്ങൾ ദീന പഠിപ്പിക്കണം. അൽഹംദുലില്ലാ. ഒരു കാരണമാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ദിവസം ഓരോ കാരണങ്ങളാണ്. അള്ളാഹു തആല ഇസ്ലാമും അള്ളാഹുവിനെയും മനസ്സിലാക്കാൻ അള്ളാഹു വിട്ടുകൊടുക്കുന്ന കാരണങ്ങൾ. ചിലപ്പോ പ്രവാചകന്മാരായിരിക്കും, പ്രവാചകന്മാരിലൂടെ ആളുകൾ ഇസ്ലാമിനെ മനസ്സിലാക്കും. ചിലപ്പോൾ ഔലിയാക്കളിലൂടെ, മഹാന്മാരിലൂടെ, സ്വാലിഹീങ്ങളിലൂടെ അള്ളാഹു തആല ആളുകൾക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുക്കും. അള്ളാഹുവിന്റെ ഒരു സെറ്റപ്പാണ്. സ്വതക്ക മുസീബത്ത് നടക്കുന്നുണ്ട്. സ്വതക്ക എന്താണ്? പഠിച്ചവനാണ്. എല്ലാരും പറയുന്ന അധികം, എല്ലാരും പറയുന്ന അധികമാണ് സ്വതക്ക റദ്ദുൽ ബലാ. നിങ്ങൾ കൊടുക്കുന്ന സ്വതക്ക അത് മുസീബത്തിന് നിങ്ങൾക്ക് നടക്കുന്നതാണ്. സ്വതക്ക എന്താണോ? നിങ്ങൾ കൊടുക്കുന്ന പൈസ പഠിച്ചവനാണോ? അല്ല, മുസീബത്ത് നടക്കുന്നത് അല്ലാഹുവാണ്. പിന്നെയോ സ്വതക്ക ഒരു കാരണമാണ്. അതുപോലെയാണ് മഹന്മാരായ ഔലിയാക്കളാണെങ്കിലും അമ്പിയാക്കളാണെങ്കിലും എല്ലാവരെയാണ്. പിന്നെ മനുഷ്യർക്ക് എന്താ പൗരുണ്ട്? മനുഷ്യനെന്താ? ഏത് പ്രവാചകരായാലും ഔലിയാക്കളായാലും എടുത്തു നോക്കിയാലും തിന്നുന്നവർ കാർഷിക്കുന്നവരല്ലേ, തിന്നുന്നവർ കാർഷിക്കുന്നവരല്ലേ. കാർഷിക്കാതിരുന്നാലോ മൂത്രിക്കാതിരുന്നാലും ഭയങ്കര അത്ഭുതമാണ്. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീന സിയാറത്തിന് പോയിട്ട് എപ്പോ പോയാലും 3 ദിവസത്തിനേക്കാൾ കൂടുതൽ മദീനയിൽ പാർക്കാനില്ല. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. പിന്നെയോ അന്ന് മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാർ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനയിൽ എത്തിപ്പെട്ടപ്പോ പോകാൻ പറ്റില്ല. എന്തിന്? കുറെ ദിവസം ഉസ്താദ് ഉണ്ടായാലും കുറെ മസ്നദുകൾ പഠിക്കാലോ, കുറെ ഇൽമുകൾ പഠിക്കാലോ. മാലിക് റളിയല്ലാഹു അൻഹു ശിഷ്യന്മാർ പോകാൻ പറ്റില്ല. 3 ദിവസമായി, 4 ആയി, 5 ആയി, 6 ആയി, 7 ദിവസമായി. അപ്പൊ നിങ്ങൾ പറഞ്ഞു, മക്കളെ നിങ്ങൾ എന്നെ ഇവിടെ പൊടിച്ചിരുന്നാൽ ഞാൻ മരിച്ചു പോകുന്നു, ഇനിയും നിങ്ങൾ എന്നെ ഇവിടെ പൊടിച്ചു വെച്ചാൽ ഞാൻ മരിച്ചു പോകുന്നു. സുബ്ഹാനല്ലാഹ്, മദീനയിൽ മരിക്കാൻ എല്ലാവരും കൊതിക്കുന്ന നാടല്ലേ. ഒന്ന് മദീനയിൽ മരിച്ചാലോ വലിയ സന്തോഷം. കാരണം എന്താ? ശുഹദായിന്റെ പ്രതിഫലം കിട്ടുന്ന നാടാണ്. അവിടെ മരിച്ചാൽ ശുഹദായിന്റെ താമസം. അബൂഹനീഫയോട് മാലിക് തങ്ങളുടെ ശിഷ്യന്മാർ ചോദിച്ചു, അല്ല ഉസ്താദേ, നിങ്ങൾ എന്താ ഇവിടെ എന്നിൽ നിന്നാലും മരിച്ചു വന്നാണ്. അപ്പൊ അബൂഹനീഫ പറഞ്ഞു, അപ്പയാണ് വായി തുറക്കുന്നത്. മക്കളെ, ഞാൻ ഇതുവരെ മദീനയിൽ വന്നിട്ട് മൂർത്തിച്ചവനല്ല, കർഷിച്ചവനല്ല. കാരണം ഇവിടെ കിടക്കുന്നത് ഹബീബായ തങ്ങളുടെ പുണ്യമായ ശരീരങ്ങൾ. ആ ശരീരം കിടക്കുന്ന മദീനയുടെ മണ്ണിൽ ഞാൻ എങ്ങനെ മൂത്രിക്കും, ഞാൻ എങ്ങനെ കാഷ്ടിക്കും? ഇതുവരെ എന്റെ ജീവിതത്തിൽ ഞാൻ അത് ചെയ്തിട്ടില്ല. അതിനു വേണ്ടിയിട്ടാണ് 3 ദിവസമാകുമ്പോ എല്ലാം കുടിച്ചത് പിന്നെ പോയി മദീനയിൽ നിന്ന് പുറത്തു പോയിട്ടാണ് ഞാൻ ഈ പണിയൊക്കെ ചെയ്യാറുള്ളത്. ഇപ്പൊ നിങ്ങൾ 7 ദിവസമായി കുടിച്ചു വെച്ചിട്ട് 7 ദിവസമായി ഞാൻ മൂത്രിക്കാതെ കാഷ്ടിക്കാതെ അത്ഭുതമാണ്. നടന്ന മനുഷ്യർക്ക് എത്ര വലിയ അവധിയാണെങ്കിലും വ്യതിയാണെങ്കിലും മൂത്രിക്കാത്ത നബിയുണ്ട, കാഷ്ടിക്കാത്ത നബിയുണ്ട, വലിയണ്ട. പിന്നെന്ത് ഈ മനുഷ്യർക്ക് വേണ്ടിയുള്ളത്? മനുഷ്യനെന്താ ബഹുമാനുണ്ട്? ഒന്നുമില്ല. പിന്നെ ബഹുമാനം വന്നതെങ്ങനെയാ? അവർ അള്ളാഹുവിനെ മനസ്സിലാക്കിയത്. അള്ളാഹുവിനെ മനസ്സിലാക്കിയപ്പോ അള്ളാഹു അവർക്ക് സ്ഥാനം കൊടുത്തതാണ്. വലിയനെ കുറിച്ച് പറഞ്ഞെന്താ? വലിയുള്ളാഹ്, അല്ലെ? വലിയുള്ളാഹ് അള്ളാഹുവിന്റെ വലിയതാണ്. നബിനെ കുറിച്ച് പറഞ്ഞെന്താ? നബിയുള്ളാഹ് അള്ളാഹുവിന്റെ നബിയാണ്. എന്ത്? അവർ അള്ളാഹുവിനെ അവർ മനസ്സിലാക്കുമ്പോ, പഠിക്കുമ്പോ അള്ളാഹ് കൊടുക്കുന്ന സ്ഥാനം. ആ സ്ഥാനം കൊടുക്കുമ്പോ എന്തായി? അള്ളാഹ് ഒരാൾ ബഹുമാനിക്കുമ്പോ പിന്നെ നമുക്ക് നിർബന്ധമായി അവരെ ബഹുമാനിക്കണം. ഒരാളേക്ക് നമുക്ക് നിർബന്ധമായി ഒരാളെ ബഹുമാനിക്കണോ, നബിമാരെ ബഹുമാനിക്കണോ? അവർ പടച്ചവനെ കാണാനല്ല, പടച്ചവനെ അവർ മനസ്സിലാക്കിയിട്ട് അള്ളാഹ് അവർക്ക് സ്ഥാനം കൊടുത്തപ്പോ, വാല്യൂ കൊടുത്തപ്പോ, ആ വാല്യൂ മനസ്സിലാക്കി അവർ താഴീമ് ചെയ്യലും ആദരിക്കലും ബഹുമാനിക്കലും നമ്മുടെ കടപ്പാടാണ്. ആ ബഹുമാനൊന്നും അവർക്ക് ആരാധിക്കാനുള്ളത്, ആരാധിക്കാനല്ല, അവരെ പൂജിക്കാനല്ല. അത് അള്ളാഹ് കൊടുത്ത ബഹുമാനം നാം കൊണ്ടു നടക്കലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്. എല്ലാ മഹാന്മാരും നോക്കിയാൽ എല്ലാവരും അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഏത് പ്രവാചകനാണെങ്കിലും ഇല്ല. റസൂലുള്ളാഹി ഞങ്ങളുടെ എത്ര അധികാരികളുണ്ട്. റസൂലുള്ളാഹി ഒത്തിരിച്ചതും കാഷ്ടിച്ചതും, ഒത്തിരിക്കുമ്പോ മരങ്ങൾ വന്നിട്ട് മരയായി നിന്ന് കൊടുത്തത്, അല്ലെ? റസൂലുള്ളാഹി ഞങ്ങൾ കാഷ്ടിച്ചാൽ റസൂലുള്ളാഹിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താ? നമ്മളെ പോലെയല്ല. കാഷ്ടിച്ച് നോക്കുമ്പോ പിന്നെ അവിടെ കാഷ്ടം കാണൂല, ഭൂമി അതിനെ വിഴുങ്ങിയിട്ടുണ്ടാവുന്നു. റസൂലുള്ളാഹി ഞങ്ങൾ ഉപദ്രവിച്ചാൽ പിന്നെ ഇവിടെ നിലവുണ്ടാവൂല, ഭൂമി അതിനെ കുടിക്കുന്ന റസൂലുള്ളാഹിന്റെ പ്രത്യേകത. ഏതാ? മൂത്തിച്ചിട്ടുണ്ട്. ഇന്നത് കുടിച്ചത് മുഴുവനും പുറത്തേക്ക് അട്ടിയിട്ടുണ്ട്. ആര്? ഒത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്നുന്നവനാണ് മനുഷ്യൻ, കുടിക്കുന്നവനാണ് മനുഷ്യൻ. തീറ്റും കുടിയില്ലാത്തവരാണ്. അള്ളാഹിന്റെ മലക്കുകളാണ്. മലക്കുകൾക്ക് തീറ്റില്ല, കുടിയില്ല, അല്ലെ? അവരെങ്ങനെയാണ്? അവർക്ക് പ്രത്യേകമായ അവരൊരു സെറ്റപ്പ് അള്ളാഹു ചെയ്തത് അങ്ങനെയാണ്. അപ്പൊ ഏതായാലും മഹാനായ തങ്ങൾ നമ്മുടെ ഈ നാടിന് ചെയ്ത സേവനം വലുതാണ്. അതുകൊണ്ടാണ് എത്രത്തോളം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാടിൽ വോട്ട് തെരഞ്ഞെടുപ്പൊക്കെ ആയിട്ട് ഏത് PM വന്നാലും ഏത് CM വന്നാലും അവിടെ പോയിട്ട് അവരുടെ മുന്നിലോട്ട് നിന്ന് കൊടുക്കണം. രാജീവ് ഗാന്ധി, ഏതൊരു രാജീവ് ഗാന്ധി അല്ലേ? രാജീവ് ഗാന്ധി തോന്നുന്നു.
പ്രധാനമന്ത്രിയായപ്പോ ആദ്യം ചെയ്തത് അവിടെ പോയിട്ട് വാങ്ങിക്കൊടുത്തു, അടിച്ചു കൊടുത്തു. ആചാരങ്ങളുടെ ദർബാറിൽ വാക്സിനെ പിടിച്ചിട്ട് അടിച്ചു കൊടുത്തു ആ സ്ഥലങ്ങളും. കാരണം ഇതൊക്കെയും പോകുന്ന സിഎമ്മുകളാണ്, പിഎമ്മുകളാണ്. പക്ഷെ പണ്ട് മുതൽ ഇന്ന് വരെ സിഎമായി പറയുന്നത് സുൽത്താനിൽ ഹിന്ദ്, സുൽത്താനിൽ ഹിന്ദ്, ഇന്ത്യയുടെ സുൽത്താൻ, ഇന്ത്യയുടെ സുൽത്താനായി അന്നും ഇന്നും നാട് വരെ ആരെന്ത് പറഞ്ഞാലും അവിടെ അതുണ്ട് ഇതുണ്ട്, അത് തോണ്ടണോ അത് പൊളിക്കണോ എന്ത് ശബ്ദിച്ചാലും ഇല്ല. കാരണം നടക്കൂല. കാരണം അന്ന് ഏറ്റെടുത്തതാണ്, അന്ന് ഏറ്റെടുത്തതാണ്. അന്ന് ഏറ്റെടുത്ത ആളുകൾ എങ്ങനെ ഉണ്ടാവും? പൊളിക്കുന്നതിന് നമുക്ക് ടെൻഷനാവേണ്ടതില്ല. കാരണം എന്താ, നമ്മ ഇപ്പൊ ഈ കൊണ്ടെടുത്ത കാവുണ്ടാണ്, ആ കാവ് പൊളിക്കാൻ കഴിയും. അത് ഇന്ത്യയിലുള്ളതല്ല, മുസ്ലിമീങ്ങളുള്ള രാജ്യത്തിലുള്ള പരിശുദ്ധമായ കാവ. ആ കാവ പോലും പൊലിക്കപ്പെടാനുണ്ട് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അല്ലെ, അതൊക്കെ ഇവിടെ സംഭവിക്കും. നമുക്കൊന്നും ടെൻഷനാവേണ്ടവല്ല. ഏതായാലും അന്ന് കൊടുത്ത ബഹുമാനം, ഒരുപാട് മഹത്വങ്ങൾ, എത്രയോ കറാമത്തുകൾ, എത്രയോ അവിടുത്തെ ബഹുമാനങ്ങൾ പറഞ്ഞു തീരാൻ പറ്റാത്തതാണ്. നാളെ നമുക്കൊന്ന് പറയാം. റജബിന്റെ 6ാമത്തെ ദിവസമാണ്. ഇന്ന് അജ്മീരിലൊക്കെയും പിന്നെ ഉറുസ് നടക്കുന്ന ദിവസമാണ്. ഇവിടുത്തെ സ്മരണയും അവിടെ എപ്പോഴും ഉറുസ് തന്നെയാണ്, എപ്പോഴും ഉറുസാണ്. ആളുകൾ കൂട്ടമായി പോകലും. അപ്പൊ അജ്മീരിലൊന്ന് പോകണം, ഇതൊരു വലിയ പുണ്യമുള്ളതാണ്. ഇങ്ങനെ പോയിട്ട് വരല്ല, വേറെ ഇതല്ലുണ്ട്, നിബന്ധനകളുണ്ട്. അവിടെ പോയാൽ ഒരു 40 ദിവസം ഇരിക്കണോ, കഴിഞ്ഞ ഒരാഴ്ച ഇരിക്കണോ, അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ചയെങ്കിലും അവിടെ കൂടണോ, അങ്ങനെയൊക്കെ നിബന്ധന ഉണ്ട്. അതെന്ത് അവിടുത്തെ വർക്കത്ത് കിട്ടാൻ വേണ്ടിട്ട് ഞമ്മ പിന്നെ അവിടെ വാത്തികള് ഡിഫായ വാത്തി ഞാൻ പോയിട്ട് വർത്താൻ വേണ്ടിയിട്ടുള്ളത്. കാരണം നമുക്കത് അതിനായിട്ടുള്ള അതിൻ്റെതായ ഒരു നിയമമുണ്ട്. നമ്മുടെ ഈ പള്ളിയിൽ കിടക്കുന്ന വലിയ ആദ്യം പോലല്ലത്. ഓരോ ആദ്യമകളും അതിനുള്ള അതിന്റെ സ്ഥാനമാർ പഠിപ്പിച്ച പല നിയമങ്ങൾ. അപ്പൊ നമ്മൾ കുറച്ച് പിന്നെ വർക്കത്തിന് രൂപ ആണ്. അപ്പൊ അതിൻ്റെതായ ഓരോ മെത്തേഡുകൾ എല്ലാത്തിനുണ്ട്. അജ്മീർ പോയാൽ അങ്ങനെ, മക്കയിൽ പോയാൽ എങ്ങനെ അതുപോലെ ചെയ്യണം, മദീനയിൽ പോയാൽ അതുപോലെ ചെയ്യണം. സഫാറിന്റെ നടക്കുന്നില്ല, നടക്കുമ്പോ എല്ലാ സ്ഥലത്തും ഒരുപോലെയാണോ? ചില സ്ഥലത്ത് പരിപാടി നടക്കേണ്ടത് അതിന്റെ മെത്തേഡാണ്. ഞാൻ പറയൂല, അത് പറഞ്ഞ കാര്യമില്ല. ഓരോ സ്ഥലത്തിലും പാലിക്കേണ്ട അതവുകളും നിയമങ്ങളും പാലിച്ചാലേ അതിന്റെ കൂലി നമുക്ക് കിട്ടുള്ളൂ. ഏതായാലും മഹാന്മാരായ ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ പ്രത്യേകിച്ച് ഹാജ തങ്ങളുടെ വർക്കത്തുകൊണ്ട് എത്രയോ ലക്ഷക്കണക്കിലുള്ള ആളുകളുടെ ഈമാൻ നീ വർദ്ധിപ്പിച്ചു കൊടുത്തതുപോലെ ഇവിടുത്തെ വർക്കത്തുകൊണ്ട് നമ്മുടെ ഈമാൻ നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. നമ്മുടെ ലക്ഷക്കണക്കിലുള്ള ആളുകൾ അല്ലാഹ് നിന്നെ മനസ്സിലാക്കാനും നിന്നിലേക്ക് കടന്നു വരാനും ഇസ്ലാമും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി ഇസ്ലാമിന്റെ വെളിച്ചം പകർന്നു കിട്ടാൻ ഹാജ തങ്ങൾ അവർക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വർക്കത്തുകൊണ്ട്, അവിടുത്തെ മധുരല്യ, അവിടുത്തെ ബഹുമാനങ്ങൾ പറഞ്ഞ് ഈ സദസ്സുകൊണ്ട് നമ്മുടെ ഈമാൻ നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഇൻഷാഅല്ലാഹ് ഇവിടത്തേക്ക് അതുപോലെ നമുക്ക് മരിച്ചുപോയ കുടുംബങ്ങളെല്ലാവരെയും വന്നിട്ട് ഒരു ഫാത്തിഹ ഓതിക്കാം. ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. നമ്മുടെ മജ്‌ലിസിനെ ഖബൂലാക്കണേ അല്ലാഹ്. നല്ല തണുപ്പുള്ള സമയത്ത് പോലും പടച്ചവനെ നിന്റെ ഇബാദത്തും നിന്റെ പള്ളിയും നിസ്കാരങ്ങളും ജമാഅത്തും അതിലൊക്കെയും സ്നേഹിച്ച് കടന്നു വന്ന മുഅ്മിനീങ്ങൾ അല്ലാഹ് ആരെയും നീ ഖായിമാക്കല്ലേ അല്ലാഹ്. നീ വെറുതെയാക്കല്ലേ റബ്ബേ അല്ലാഹ്. മഴ വരുമ്പോഴും തണുപ്പ് വരുമ്പോഴും ചൂട് വരുമ്പോഴും നിന്റെ പള്ളിയെ ഒഴിവാക്കാത്ത സ്വാധീനങ്ങളുള്ള സദസ്സാടുകൊണ്ട് മുഅ്മിനീങ്ങളുള്ള സദസ്സാടുള്ളോ റബ്ബേ. ആഖിറത്തിൽ ആ ചൂടില്ലാത്ത തണുപ്പില്ലാത്ത സുന്ദരമായ സ്വർഗം നമുക്ക് കിട്ടാൻ ഈ പ്രവർത്തനങ്ങൾ നീ ഒരു കാരണമാക്കണേ അല്ലാഹ്. നീ ഒരു സബബാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ കുറ്റങ്ങൾ അറിയാതെ വന്നുപോയിട്ടുണ്ട് പടച്ചവനെ. ആ പാപങ്ങൾ മുഴുവനും പൊരുത്തു കിട്ടാതെ നമ്മുടെ ഈ പ്രവർത്തനം ഈ ഒരു സബബാക്കണേ അല്ലാഹ്. മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് ഹലാലായ സ്വപ്നങ്ങളുണ്ട്, മുറാദുകളുണ്ട് പടച്ചവനെ. റജബാണ്, ശഅബാനാണ്, റമദാനാണ്, ദുആക്ക് ഇജാബത്ത് നീ നൽകുന്ന മാസങ്ങളാണല്ലോ അല്ലാഹ്. നമ്മുടെ സർവ്വ ഹലാലായ മുറാദുകൾ ഞങ്ങളുമായി വസിയ്യത്ത് ചെയ്തവരുടെ മുറാദുകൾ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, വെള്ളം തന്നവർ, ഞങ്ങളെ സഹായിച്ചവർ, നമ്മുടെ പള്ളിയെ സഹായിച്ചവർ പടച്ചവനെ. മഹാന്മാരുടെ പേരിൽ ഇവിടെ പല പരിപാടികൾ നടന്നപ്പോ അതിനു വേണ്ടി സഹായിച്ചവർ, കഷ്ടപ്പെട്ടവർ, ഓടി നടന്നവർ, ആ പരിപാടി സംഘടിപ്പിക്കാൻ സ്ഥലം കൊടുത്തവർ പടച്ചവനെ. ആരൊക്കെ എന്തൊക്കെ രൂപത്തിൽ സഹകരിച്ചോ സഹായിച്ചോ അവരെ മുഴുവനും അല്ലാഹ് അവരുടെ ഹലാലായ മുറാദുകൾ ആശ്രയാക്കി കൊടുക്കണേ. നിനക്ക് ബുദ്ധിമുട്ടല്ലല്ലോ അല്ലാഹ്. ആര്
എന്ത് ചോദിച്ചത് മുഴുവനും കൊടുത്താലും വിശാലമായ കടലിലുള്ള വെള്ളത്തിൽ ഇത് ചെറിയൊരു പക്ഷി അതിന്റെ കൊക്കു കൊണ്ടെടുത്ത് തീരുന്ന വെള്ളം എത്രയാണോ അത്രയേ നിന്റെ ഖസനാവിൽ നിന്ന് തീരുള്ളൂ. വിശാലമാണ് നിന്റെ ഖസനാവ്. ആ നിന്റെ ഖസനാവിൽ നിന്ന് ഓരോരുത്തരും ആവശ്യപ്പെടുന്നതും കൊതിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഹയമായ കാര്യങ്ങൾ മുഴുവൻ നീ സഹസയാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, പരിശുദ്ധമായ മക്കയിലും മദീനയിലും എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അതും റമദാനിൽ അവിടെ എത്തിപ്പെടണമെന്ന് കൊതിക്കുന്ന ആളുകൾ, അല്ലാഹ് അവരുടെ ആ വലിയ ആഗ്രഹങ്ങൾ നീ പൂവനിയനെ അല്ലാഹ് നീ അത് പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. എത്രയോ ഹാജിയാർമാർ ഉംറ ചെയ്തവർ ഈ സദസ്സിലുണ്ട്. അവർ ചെയ്ത ആ പുണ്യ കർമ്മങ്ങൾ ആഖിറത്തിലെത്തുമ്പോൾ സ്വർഗം കിട്ടാൻ കാരണമാകുന്ന അമലുകളായി നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, നമ്മുടെ മനസ്സിലുള്ള ആ വലിയ കൊതി ആഫിയത്തുള്ള സമയത്ത് തന്നെ അത് നീ പൂർത്തീകരിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് പള്ളിക്കാട്ടിലാണ്. പടച്ചവനെ, നമ്മുടെ ഉമ്മമാരുണ്ട്, നമ്മുടെ ഉപ്പമാരുണ്ട്, ജ്യേഷ്ഠാനുജന്മാരുണ്ട്, ഉപ്പാപ്പമാർ, ഉമ്മാമമാർ, കുടുംബത്തിൽ മറക്കാൻ കഴിയാത്തവർ, നാട്ടുകാരിൽ സ്നേഹിതന്മാരിൽ അയൽവാസികളിൽ സ്ഥാനന്മാരിൽ നമ്മുടെ പള്ളി ഇവിടെ നിർമ്മിക്കപ്പെട്ടു, നമ്മുടെ മദ്രസ നിർമ്മിക്കപ്പെട്ടു. കാലങ്ങൾ ഏറെയായി എത്രയോ സ്ഥാനന്മാർ ഇവിടെ ഖിദ്മത്ത് ചെയ്തവരാണ്. എത്രയോ മുഅ്മിനീങ്ങൾ ഈ പള്ളി പരിപാലനത്തിന് ഇതിന്റെ കമ്മിറ്റി അംഗങ്ങളായി പ്രവർത്തിച്ചവരാണ്. അവരിൽ പലരും യാ അല്ലാഹ് ഇന്ന് മരിച്ചുപോയി. അവർക്കെല്ലാം നീ സ്വർഗം നൽകല്ല, സ്വർഗം നൽകണേ അല്ല. അവർ ചെയ്ത പ്രവർത്തനങ്ങൾ നിന്റെ നിപ്പാറ് കാണാൻ ഭാഗ്യം കിട്ടുന്ന പ്രവർത്തനങ്ങളായി നീ ഏറ്റെടുക്കണേ ഉണ്ട്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ.